ഞാൻ എന്റെ ഭാര്യന്റെ അമ്മാനെ കാണുന്നത് അമ്മായിയായിട്ടല്ല. പടച്ചോൻ എനിക്ക് ഒരു പെണ്ണിനെ തരാൻ കാരണക്കാരായത് ആ ഉമ്മയും വാപ്പയ്യാണ്. എനിക്ക് എന്റെ ഉമ്മയും വാപ്പയും എങ്ങനെ കാരണക്കാരായോ അതുപോലെ എനിക്ക് ജീവിതം ഉണ്ടാക്കാൻ ഒരു ഉമ്മനെയും വാപ്പനെയും പടച്ചോൻ തെരഞ്ഞെടുത്തതാണ് എന്റെ ഓളമ്മനെയും വാപ്പനെയും. അല്ലാണ്ട് ഓളെ കെട്ടാൻ വേണ്ടിയിട്ട് ഓളെ വാപ്പ നയിച്ചുണ്ടാക്കി കുറച്ച് മുതലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ ഉണ്ടാക്കിയതല്ല. അങ്ങനെ ചിന്തിക്കണം ഓരോ ബന്ധങ്ങളെയും. കയറി വരുന്ന പെൺകുട്ടികൾ എന്റെ മക്കളാന്ന് ചിന്തിക്കണം. എന്റെ മോളെ കെട്ടുന്നോ എന്റെ മോനാന്ന് ചിന്തിക്കണം. ഇന്നതില്ല. ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് പരസ്പരം അകന്നും ശത്രുതയിലും ജീവിച്ചുകൊണ്ടിരിക്കുക. ആർക്കും ആരെയും വേണ്ട, ആർക്കും ആരെയും വേണ്ട. ഇത് വലിയൊരു ലോകം രണ്ടു വാക്കിലേക്ക് ഒതുങ്ങി. ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ലോക്യത്തിനുണ്ട്, ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ലോക്യത്തിനുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, മൂത്ത കാക്കന്റെ വീട്ടിലേക്ക് കുടുംബത്തിലെ പ്രശ്നമൊക്കെ സംസാരിക്കുമ്പം ചിലരിങ്ങനെ പറയും, മൂത്ത കാക്കാന്റെ വീട്ടിലേക്ക് പെങ്ങന്മാർക്ക് പോകാൻ വലിയ ആവേശ. എന്താ? മൂത്ത കാക്കാക്ക് നല്ല മുതലുണ്ട്. നമ്മക്കാണ് കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികൾ 2 വലുതാകുന്നുണ്ട്. അപ്പൊ മൂത്ത കാക്കാനോട് വലിയ പോരിശയും പ്രിയോ ഒക്കെയാ. എന്നാ ഇളയോ ആങ്ങളെന്റെ അടുത്തേക്ക് പോകുമോ? ഇല്ല. എന്താ? ഓൻ നാട്ടിലെന്തോ കൂലിപ്പണിക്ക് പോകുന്നോനാ. അതുകൊണ്ട് ഓനെ ഇഷ്ടമല്ല, ഓന്റെ ഓളെ ഇഷ്ടമല്ല, ഓന്റെ മക്കളെ ഇഷ്ടമല്ല. പിന്നെ ഇടക്കിടക്ക് പാർക്കാൻ പോലും കൂടാൻ പോലും ആരെടുത്താ? മൂത്ത കാക്കന്റെ അടുത്ത്. അതെന്താ? ഓന് ഗൾഫിൽ ജോലിയൊക്കെ ഉണ്ട്, മോളെ കെട്ടിക്കാനും ആയിട്ടുണ്ട്. കാര്യം കാണാനാ സ്നേഹിക്കുന്നത് പലരും. ആളും തരവും നോക്കിയാ സ്നേഹിക്കുന്നത്. എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർ ലോക്യം കൂടും, ചിരിക്കും, ബന്ധങ്ങൾ സ്ഥാപിക്കും. എന്നാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹു കൊടുത്ത ഏത് ബന്ധങ്ങളെയും റസൂലുള്ള മനോഹരാക്കി. ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഒരാളെങ്കിലും അള്ളാഹിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞതായിട്ടുണ്ടോ? റസൂലുള്ളാന്റെ ശത്രുക്കൾ പോലും അള്ളാഹുവിന്റെ റസൂലിനെ നന്മ പറഞ്ഞിട്ടല്ലേ മടങ്ങിയത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരിച്ചിട്ടുണ്ട്. ജനിച്ചു കുറച്ചു കാലം കഴിയുമ്പോൾ 6ാമത്തെ വയസ്സിൽ ഉമ്മയും മരിച്ചു. പിന്നീട് ഒരു യത്തീം മോന, ഒരു 6 വയസ്സുള്ള കുഞ്ഞൻ ഈ കൂട്ടത്തിലുണ്ടെങ്കിലൊന്ന് മനസ്സിലാലോചിച്ചാൽ മതി. അന്ന് ആ യത്തീം മോനെ കൂട്ടിക്കൊണ്ടുപോയത് പ്രവാചകന്റെ വാപ്പ അബ്ദുള്ളാന്റെ അനിയൻ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമയാണ്. അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ആ വാപ്പല്ലാത്ത ഉമ്മല്ലാത്ത പൈതൽ മോനെ. പിന്നീട് ഫാത്തിമയാണ് ആ പ്രവാചകനെ പോറ്റുന്നത്, റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊടുക്കുന്നത്, സ്വന്തം മോനെപ്പോലെ സ്നേഹിക്കുന്നത്. ആ ഫാത്തിമ മരണപ്പെട്ട സമയത്തുണ്ടായ ഒരു ചരിത്രമുണ്ട്. ഫാത്തിമ ഉമ്മ മരിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തെടുത്ത് മറമാടാൻ പോയി. റസൂലുള്ളാഹി ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് എന്തോ കരയാൻ തോന്നുക. അള്ളാഹിന്റെ റസൂൽ ആ ഖബറിലേക്ക് ഇറങ്ങി ഖബറിന്റെ 4 ഭാഗവും ഇങ്ങനെ പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ തടവീന. ഖബറിന്റെ 4 ഭാഗത്തും റസൂൽ ഇങ്ങനെ കൈകൊണ്ട് തടവിയിട്ട് ആ ഖബറിന്റെ ഭിത്തിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഖബറേ, നിന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുതിട്ടോ, നിന്റെ പോറ്റുമ്മാനെ വേദനിപ്പിക്കരുതിട്ടോ ഖബറേ. എന്നിട്ട് മുകളിലേക്ക് കയറി ഫാത്തിമ ഉമ്മയുടെ ഖബറിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയും. പ്രവാചകന്റെ താടിങ്ങൾക്കുള്ളിലൂടെ കണ്ണീരിങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടായിരുന്നോ ഫാത്തിമാനെ? അള്ളാഹുവിന്റെ റസൂലുള്ള നെഞ്ചു പൊട്ടിയിട്ട് പറയും, അലിക്ക് മുൻപ് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമിനിക്ക്. കാരണം ഈ ഫാത്തിമന്റെ ഇളയ മോൻ അലി ഇബ്നു അബീ ത്വാലിബ്. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള കൂട്ടിക്കൊണ്ടുവരുന്നത് പോറ്റാൻ. സ്വന്തം നോക്കിയ ഉമ്മാന്റെ ഇളയ മോനെ ഉമ്മല്ലാണ്ടായപ്പോ റസൂല് കൂട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് ആ മോനെ തന്നെ സ്വന്തം മോള് ഫാത്തിമാനെ കെട്ടിച്ചൊടുക്കുകയും ചെയ്യും. ഇസ്ലാമിക ചരിത്രം വായിച്ചാലുണ്ടല്ലോ മനുഷ്യര്, ലോകത്ത് ഏത് സിനിമ കണ്ടാലും അങ്ങനത്തെ ഒരു സന്തോഷം കിട്ടൂല. അത് വായിക്കാനും പഠിക്കാനും നേരം കണ്ടെത്തിയ അള്ളാന്റെ കലാം എത്ര മനോഹരമാണോ അതുപോലെ മനോഹര അള്ളാന്റെ റസൂലിന്റെ ജീവിതവും. അത് നുബുവത്ത് കിട്ടിയ 40 കൊല്ലത്തിന്റെ ശേഷമല്ല, അതിന്റെ മുൻപേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഖബറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അലിക്ക് ഫാത്തിമ ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപ് മോനെപ്പോലെ എന്നെ ഫാത്തിമ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് എനിക്ക് തന്നിട്ടുണ്ട്. അലിയെ ഉറക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ ഉറക്കിയിട്ടുണ്ട്. അലിയെ കളിപ്പിക്കുന്നതിന്റെ മുൻപ്, കുളിപ്പിക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ കളിപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഫാത്തിമ ഉമ്മ എനിക്ക് ഉമ്മയായിരുന്നു, പോറ്റുമ്മയല്ലായിരുന്നു. ഒരു ബന്ധവുമില്ല, എന്നാൽ ഒരു രക്തബന്ധവുമില്ല. ഇത് അള്ളാന്റെ റസൂൽ സ്നേഹിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ 9 ഭാര്യമാരുണ്ട്. 9 ഭാര്യമാരുണ്ട് ജീവിച്ചിരിക്കുന്ന ആ മരണത്തിന്റെ തൊട്ടു മുൻപ്. ഈ 9 ഭാര്യമാരും 9 കൊല്ലവും റസൂലുള്ളാന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള 9 കൊല്ലം. പക്ഷെ ഈ 9 ഭാര്യമാരും കൂടി 9 കുറ്റം അള്ളാന്റെ റസൂലിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇത് ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒന്നുള്ള നിങ്ങളൊക്കെ പൊരേ പോയി ചോദിക്കണം കുറ്റം എത്ര ഉണ്ട് എന്ന്, ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും. 9 ഭാര്യമാരുണ്ടായിട്ട് ഒരു കുറ്റം റസൂലിനെ പറഞ്ഞിട്ടില്ല.
ഒന്നിന്റെ പേരിലും നബിയെ നിങ്ങൾ എന്റെ അടുത്ത് വന്നില്ല, ഇല്ല. റസൂലേ എന്റെ വാക്ക് കേൾക്കാൻ നിങ്ങൾ നിന്നില്ല, ഇല്ല. പ്രവാചകരെ എന്റെ സങ്കടവും ബേജാറും നിങ്ങൾ ചോദിച്ചില്ല, ഇല്ല. ഇതൊക്കെയല്ലേ നമ്മളെ പരാതി. മൂപ്പരൊന്നും എന്നെ കേട്ടാ മതി, എന്റെ സൂക്കേടൊന്ന് ചോദിച്ചാൽ മതി, സാരല്ലടി എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഹാപ്പിയാന്ന് പറയും. ചോദിച്ചാൽ ഓനും നേരല്ല, ഇനി അതൊന്നും അടുത്തിരുന്നിട്ട് ഓന്റെ ബേജാറ് ചോദിക്കാൻ നമുക്കും നേരല്ല. ഈ 9 ഭാര്യമാരും മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഇങ്ങനെ റസൂലിനോട് സന്തോഷത്തോടെ പറയും, നബിയെ നിങ്ങളിൽ ഞങ്ങൾ തൃപ്തരാ. പക്ഷെ ചില സഹാബാക്കൾക്കൊരു സംശയം, അള്ളാന്റെ റസൂലിന് ആയിഷ ബീവിനോട് ലേശം ചായ്വ് കൂടുതലുണ്ട്. കാരണം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള 14 ദിവസവും അള്ളാന്റെ പ്രവാചകൻ ജീവിക്കുന്നത് ആയിഷ ബീവിന്റെ വീട്ടിലാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് റസൂലെ നിങ്ങൾക്ക് ആയിഷ ബീവിനോട് ഒരു പ്രത്യേക ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടക്കൂടുതലുണ്ടോ എന്ന സംശയം കൊണ്ട് സഹാബത്തിന് ആ സംശയം ഒന്ന് തീരാൻ വേണ്ടി റസൂലിനോട് ചോദിച്ചു, റസൂലെ നിങ്ങൾക്ക് ആയിഷ ബീവിനോട് കുറച്ച് കൂടുതലുണ്ടോ? അള്ളാന്റെ റസൂൽ അത് കേട്ടപ്പോ തന്നെ റസൂലുള്ളാന്റെ കണ്ണങ്ങ് നിറഞ്ഞു. എന്നിട്ട് റസൂൽ അങ്ങനെ മിണ്ടാതിരിക്കുമ്പം സഹാബത്ത് ചോദിക്കും, നബിയെ ബേജാറാക്കാൻ ചോദിച്ചതല്ല, ആയിഷ ബീവിന്റെ സൗന്ദര്യം കൊണ്ടാണോ, ആയിഷ ബീവിന്റെ ഭംഗി കൊണ്ടാണോ, അല്ലെങ്കിൽ ചെറുപ്പം കൊണ്ടാണോ? നിങ്ങളെ ചെറുപ്പക്കാരിയായതുകൊണ്ടാണോ? റസൂലുള്ള തലയാട്ടിയിട്ട് പറഞ്ഞു, രണ്ടുമല്ല. ഞാൻ ആയിഷാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ആയിഷാനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. മക്കയിൽ ദഅവത്തുമായി അള്ളാഹുവിന്റെ കൽപ്പന കിട്ടി ഞാൻ ഇറങ്ങുമ്പോ, അന്ന് എന്റെ നാട്ടുകാരെന്നെ കരിങ്കല്ല് കൊണ്ടെറിയുമ്പോ, ആ ഏറ് കിട്ടി കടങ്കാലിൽ നിന്നും ചോര വാർന്നൊലിച്ച് ഞാൻ കരയുമ്പോ എന്നെ ചേർത്ത് പിടിച്ച ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. അബൂത്വാലിബിന്റെ തായ്വരയിൽ അവരെന്നെ പട്ടിണി കിട്ടപ്പോ, ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോ ആളറിയാതെ വെള്ളം കൊണ്ടുവന്ന് എന്റെ തൊണ്ടയിലേക്ക് വെള്ളം ഒഴിച്ചു തന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. മക്കക്കാര് വെറുതെന്നെ ആട്ടി ഓടിച്ചപ്പോഴും, നട്ടപ്പാതിന് നേരത്ത് കൊല്ലാൻ കണക്കാക്കി അവരെന്റെ നേരെ വന്നപ്പോഴും, എന്റെ നേരെ വരുന്ന സർവ്വ കുന്തങ്ങളെ കൊണ്ടും സ്വന്തം മാറിടം കാണിച്ചു കൊടുത്ത് എന്നെ പൊതിഞ്ഞു പിടിച്ച ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. എന്റെ അബൂബക്കറിന്റെ മോള ആയിഷ. ആ ഒരൊറ്റ പരിഗണനയല്ലാതെ ആയിഷക്ക് ഞാൻ പ്രത്യേകിച്ചൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. അള്ളാന്റെ റസൂല് കൊടുക്കുന്ന ഒരു ബന്ധാണ്. ഇന്നെന്താ നമ്മളിൽ ചിലരെ സ്വഭാവം, ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ, ഏട്ടന്റെ ഒക്കെ അനിയന്റെ കണ്ടൂടാ, അനിയന്റെ ഒക്കെ ഏട്ടന്റെ കണ്ടൂടാ. ഇതൊന്നും പുറത്തല്ലോ, പുറത്തല്ല ലോകിയായിരിക്കും, കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും, ഭയങ്കര വർത്താനമൊക്കെ ആയിരിക്കും. ഉള്ളുന്ന് അങ്ങോട്ട് പോയിട്ട് പറയും അല്ലേ ആര്യായിപ്പോയി എന്ന്. നെഞ്ചിന്റെ ഉള്ളിൽ പകയും വെറുപ്പും കൊണ്ടടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. മരിക്കുന്നത് വരെ തീരാത്ത ദേഷ്യവും പകയുണ്ട്. പറഞ്ഞുപോയ വാക്കിന്റെ പേരിൽ മുറിഞ്ഞ മനസ്സുവെച്ച് ജീവിക്കുന്നവരുണ്ട്. അവസാനം മരിച്ച് മണ്ണോട് ചേരുന്നതിന്റെ മുൻപൊന്ന് പൊരുത്തം വാങ്ങാതെ മരിക്കുന്ന എത്ര മനുഷ്യരാ മുസ്ലിം കുടുംബങ്ങളിലുള്ളതെന്നറിയോ? ഇതൊന്നും വിശ്വാസമില്ലാത്തവരാണ് പോട്ടെ എന്ന് വെക്കാം. അവ്വൽ വക്തിന് ഒന്നാമത്തെ സ്വപ്പിൽ വന്നിരിക്കുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിന്റെ ഭംഗി കണ്ടെത്തി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലേ? എന്ത് കാവലാ നിങ്ങൾ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന്? എന്ത് സമാധാനത്തിൽ ഞങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത്? നാട്ടിലെ ഖുർആൻ ക്ലാസ് കൊണ്ടോ? ആഴ്ച തെറ്റാതെ പുളിക്കലിലും ആഴ്ച തെറ്റാതെ നാട്ടിലുള്ള ഖുർആൻ ക്ലാസിന്റെ പോരിശ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ റബ്ബിനോട്? വെള്ളിയാഴ്ചത്തെ മഹത്തരമായ ഖുർആനിന്റെ വചനങ്ങളെ പറ്റിയുള്ള ഖുത്ബ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കിടന്നും ഇരുന്നും സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടിയും നിസ്കരിച്ചു തീർത്ത വെട്ടിത്തടത്തിലെ നിസ്കാരത്തയം കൊണ്ടും ഉടുക്കുന്ന സലഫി പർദ്ദ മഫ്ത കൊണ്ടും ഓതി തീർക്കുന്ന ഖുർആൻ കൊണ്ടും മാത്രം നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പഠിപ്പിച്ച മതമാണോ അള്ളാന്റെ മതം? ആ ബോധമുള്ളൂ ചിലർക്ക്. നിസ്കാരവും നോമ്പും ഒക്കെ ക്ലിയറാ, കുടുംബം നന്നാക്കുന്നില്ല, പരസ്പരം സ്നേഹിക്കുന്നില്ല. ശത്രുക്കൾ ഇന്റെ നേരെ ശത്രുതയായിട്ട് വന്നാൽ പോലും ഞാനതങ്ങ് വിട്ടുകൊടുത്തു. കാരണം അള്ള പറയാ, അള്ളാഹു കണക്ക് നോക്കുന്ന പോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റൂല മനുഷ്യരെ. പടച്ചോൻ കണക്ക് നോക്കുന്ന പോലെ നിങ്ങൾ എത്ര പിണങ്ങി നടന്നാലും, നിങ്ങൾ എന്തൊക്കെ അവസരം കിട്ടിയ തിരിച്ചു ചെയ്താലും റബ്ബ് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവൂല. നിങ്ങൾ അന്യായമായി കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാഹനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്ക്. ദുനിയാവിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അങ്ങ് ജീവിച്ചാൽ മതി. ഇത് കേട്ടപ്പം ചില സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, എന്നോട് പരസ്യമായി അക്രമം ചെയ്തവനാ, എന്നോട് ശത്രുത കാണിച്ചവനാ, എന്റെ ഹക്ക് കവർന്നെടുത്തവനാ, എന്റേതായ കാര്യങ്ങളിൽ എന്നെ ചതിച്ചവനാ, ഓനോട് ഞാൻ മിണ്ടണോ? ഓൻ എന്നോട് മിണ്ടാത്തതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടണോ? റസൂലുള്ള പറഞ്ഞു, അത് വേണ്ട. ഇത് നമ്മളെല്ലാ പ്രയാസത്തിലും പെടുത്തിയിട്ട് അള്ളാഹ് ഓൻ മിണ്ടണില്ലല്ലോ, നമ്മളെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിച്ചോനെ നോക്കിയിട്ട് ഓൻ മിണ്ടിയില്ലല്ലോ, ഓൻ നമ്മളോട് സലാം പറഞ്ഞില്ലല്ലോ, ഓന്റെ സലാം അടക്കിയില്ലല്ലോ എന്ന് ബേജാറാവാനല്ല. പക്ഷെ എന്ന് കരുതി അവനോട് നിങ്ങളെ ശത്രുത കൊണ്ടടക്കണ്ട. ഓൻ ചെയ്തതിനുള്ളത് പടച്ചോൻ കണക്കൂക്കിക്കോളും. നിങ്ങൾ കണക്കുവെക്കാൻ മെനക്കെടരുത്.
ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ. ആ ബന്ധങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ. അതിനെന്തു വേണം മക്കളെ? നമ്മുടെ ഇന്നത്തെ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായൊരു ബന്ധം ഈ രക്ഷിതാക്കള് മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പരിഗണനയും ഒരു ചേർത്ത് നിർത്തലുമാണ്. കൂടുതലൊന്നും കൊടുക്കണമെന്നില്ല, കൂടുതലൊന്നും അവരാഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ഞാനൊക്കെ പറയാറുണ്ട്, ഞാനൊക്കെ ഒരു നിക്കാഹിന് പോയാല് ആ നിക്കാഹിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡെസേർട്ടുകളുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ഞാൻ നോക്കൽ പോലുമില്ല. ഒക്കെ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ തൊണ്ടക്കും അത് പറ്റൂല. അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോ കാണാൻ രണ്ടു കൂട്ടരെയാ. നിങ്ങൾക്കും അറിയാം, ഒന്ന് പ്രായം കുറഞ്ഞ മക്കളും ഉണ്ടാവും, പിന്നെ കുറെ വയസ്സന്മാരും ഉണ്ടാവും. അതൊരു പൂതിയാ. ഈ ഇരിക്കുന്ന പല അമ്മമാർക്കും അത് പൂതിയുണ്ട്. നാട്ടുകാരെ പേടിച്ചിട്ടാ, അല്ലെ ഒരു ഐസൊക്കെ വാങ്ങി ആടെ തന്നെ മൂഞ്ചണമെന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കുമ്പോഴാ അത് സ്നേഹാകുന്നത്, അത് പരിഗണനയാകുന്നത്. അല്ലാണ്ട് ഓളോട് ആദ്യേ പറയും നമുക്കൊരു ഔട്ട്ന്ന് ഫുഡ് കഴിക്കാം, ഓളേക്ക് മനപ്പെന്താക്കൂ വാങ്ങല്ലേ, ആ വാങ്ങാം. പിന്നെ ഇറങ്ങാൻ നേരത്തൊരു മനസാക്ഷി കുത്ത്, ഉമ്മനെയും കൂട്ടലേ ആ കൂട്ടി ഉമ്മ ഉണ്ടാവും. പണ്ടാരെന്ത് തെറിച്ച മാതിരി കൂട്ടം തെറ്റി ആടിന്റെ മാതിരി ഒരു സീറ്റിന്റെ മൂലയിൽ ഓല് നാലാളൂടി ഉണ്ടാവും കടിച്ചു പറിക്കുന്നത്. അവിടെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് അടുത്തടുത്തിരുന്ന് ഇതൊക്കെ ആരോ പറഞ്ഞു തരണോ മനുഷ്യരെ? ഇതൊക്കെ ആരോ ക്ലാസ് എടുക്കേണ്ടതാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ നാട്ടിലൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ പള്ളി കമ്മിറ്റിയിലേക്ക് പരാതി പറയാൻ വരും. അപ്പൊ ഞാൻ പറയലുണ്ട്, എത്ര മക്കളാള്? 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. പള്ളിന്റെ പടിയിലേക്ക് ആ പ്രശ്നം പറയാൻ വരരുത്. 4 ആൺമക്കൾ ഉണ്ടായിട്ടും ബാപ്പന്റെ ഇമ്മന്റെയും കാര്യത്തെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്ത് കാര്യമുള്ളത്? അവിടെ മൂത്ത കാരണം ഒരു നേരിട്ട് നിട്ട് പറയണതാ ബാപ്പന്റെ ഇമ്മന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം. അതാര് കൊണ്ടുപോയിട്ടില്ലെങ്കിലും എനിക്കിന്റെ സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ ഇങ്ങളെയൊക്കെ പറയാനുള്ള അഡ്രസ് ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ്, ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അതിന്റെ വേദന, ഏകാന്തത. ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വേദനയതാ, ഒരാളില്ലാണ്ടായി പോവുക എന്നുള്ളത്. ഇപ്പം മക്കളെ പിടിച്ചിട്ട് ഒരു ഉമ്മ ധൈര്യത്തിൽ ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? വാപ്പന്റെ നെഞ്ചിന്റെ ബലമുള്ളതുകൊണ്ടാ. വാപ്പന്റെ നെഞ്ചിന്റെ ബലമുള്ളത് കൊണ്ടാ ഒരു ഉമ്മ മക്കളെ ധൈര്യത്തിൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യത്തിലെത്തുമ്പം പടച്ചോൻ പറഞ്ഞതും ആ മാതാപിതാക്കൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കണം കേട്ടോ. അവരെ മനസ്സ് വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ 6 അടി മണ്ണിലേക്ക് നിങ്ങൾക്ക് അവരെ യാത്രയാക്കാൻ പറ്റണം. അങ്ങനെയൊരു യാത്രയപ്പ് രക്ഷിതാക്കൾക്ക് കൊടുത്ത മക്കളാണെങ്കിൽ ദുനിയാവിൽ എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവും. എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവ കഥ പറഞ്ഞുതരാം. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, എന്റെ ഈ പ്രസംഗം മാതാപിതാക്കളെ പറ്റി എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നത് എന്തിനത്രക്ക് പറയുന്നത്. കാരണം വാപ്പാനെ തച്ച മോന്റെ കഥ കേട്ടിട്ടു അവസാനം തല്ല് കിട്ടിയ വാപ്പ നെറ്റിയും ചുണ്ടും പൊട്ടി ഹോസ്പിറ്റലിൽ പോയി തുന്നിട്ടിട്ട് ഫസ്റ്റ് വിളിച്ച ഇന്നെയാ. കയറിച്ചെന്ന് കൈ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചതേ, ഓൻ എന്നെ തല്ലുമ്പോഴും ചുണ്ടു പൊട്ടുമ്പോഴൊന്നും എനിക്ക് വേദന ഇല്ലായിരുന്നു, പക്ഷെ അത് പരിക്കൊക്കെ പറ്റി തുന്നിക്കൂട്ടി വീട്ടിക്ക് ഇങ്ങനെ വരുമ്പോ ചെറുപ്പത്തിൽ ഓന്റെ കുസൃതിയും ഓൻ അന്ന് എന്നെ കല്ലെടുത്തെറിഞ്ഞതും ആ കല്ലെടുത്തെറിഞ്ഞപ്പോ എന്റെ തല പൊട്ടിയതൊന്നും അന്ന് എനിക്കൊരു വേദന തോന്നിയില്ല. പക്ഷെ ഇന്ന് ഈ പ്രായത്തിൽ ഓൻ എന്നെ തച്ചപ്പോ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദന. പറഞ്ഞൊന്ന് കരയാൻ പോലും എന്റെ പെണ്ണുങ്ങളില്ല, കാരണം ഭാര്യ ആദ്യം മരിച്ചുപോയതാ. എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം നിങ്ങൾക്ക്? അങ്ങനെ എന്റെ മനസ്സ് തോന്നിപ്പോയതിന്റെ പേരിൽ പടച്ചോൻ ഓനെയും മക്കളെയും ശിക്ഷിക്കോന്നൊരു പേടിയിരിക്കുന്നു. അതൊരു വാപ്പന്റെയും എന്റെയും മനസ്സാ. അത് ഇന്ന് ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് മക്കളുണ്ടായപ്പോ മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റില്ല എന്നുള്ളത്, ഒന്നും പറയുവാൻ പറ്റൂല എന്നുള്ളത്. കാരണം ഒരു ഉമ്മാന്റെ നാവ് പറഞ്ഞാ മതി, അത് ദുനിയാവെന്ന് തന്നെ പടച്ചോൻ തരുന്ന. അതുകൊണ്ടാ ആ മകൻ പറയാ, ഞാൻ നല്ല നിലക്ക് വാപ്പനെയും ഇമ്മനെയൊക്കെ നോക്കിയിട്ടുണ്ട്. അവസാനം ഇപ്പൊ അവന് പൊളിഞ്ഞ് ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതൊരു വാടക വീട്ടിൽ ജീവിക്കാം. എന്നിട്ടും ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഒരാളുടെയും ഹക്ക് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എനിക്കുള്ളൊരു വലിയ സമാധാനം, എന്റെ അടുത്തുനിന്ന് എന്റെ വാപ്പയമ്മയും മരിച്ചുപോയത്. വാപ്പയമ്മയും യാത്രയാകുന്ന സെക്കൻഡ് വരെ ഞാൻ അവരെ ഏറ്റവും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. അതിന് എന്റെ ഭാര്യന്റെ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ, ഞാൻ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്റെ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പടച്ചോന്റെ ശിക്ഷയായിക്കൂല. അല്ല, ഞാൻ പരീക്ഷിക്കുന്നത് തന്നെയായിരിക്കും എന്റെ സ്വർഗം എനിക്ക് തരാൻ. അതൊരു വലിയ സമാധാന ചിന്തിക്കുമ്പോൾ. അതധികം മക്കൾക്കൊന്നും കിട്ടൂല. വാപ്പനെയും ഇമ്മനെയും നോക്കിയ മക്കൾക്കും മരിയക്കൊക്കെ അത് കിട്ടൂ. അല്ലാണ്ട് മരിയക്കൊക്കായാലും മക്കൾക്കായാലും കുറച്ച് കാലം കഴിഞ്ഞ് വാപ്പയമ്മയും മണ്ണിന്റെ അടിയിൽ പോയി നമ്മൾ അത്യാവശ്യം മക്കളെയൊക്കെ കെട്ടിച്ച് മൂത്തോം കെട്ടിക്കൊണ്ടുവന്ന പെണ്ണെന്നെ നമ്മളോട് കൊടുവാളെടുത്ത് ചാടുമ്പം ആദ്യം പോകുന്ന ചിന്ത അങ്ങോട്ടേക്കെന്നറിയാം നിങ്ങൾക്ക്?
ഇതെനിക്ക് കിട്ടേണ്ടതില്ല, കാരണം മൂപ്പരമ്മനോട് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും. ആ ചിന്തക്കുള്ളിലുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, അത് പോവില്ല. അത് നിങ്ങൾ 4 മക്കളെ കൊണ്ട് കെട്ടിച്ചിട്ട് 4 മക്കൾ നിങ്ങളെ പൊന്നുപോലെ നോക്കിയാലും ആ വേദനയും നീറലും നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് പോണേ ഞാനും നിങ്ങളും മണ്ണിലേക്ക് മടങ്ങണം.